നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജലക്ഷ്മി അമ്മ എല്ലായിടത്തും തോറ്റുകൊണ്ടിരിക്ക. ഇവിടെയും തോറ്റേക്കാം. എന്നിട്ട് അവനെ കൊണ്ട് എല്ലാരും ആശുപത്രിയിലേക്ക് പോയിരിക്കുക. അമ്മേ, അച്ഛാ, ഏത് ഹോസ്പിറ്റലിലേക്ക് അവര് പോയിരിക്കുന്നത്? BR ഹോസ്പിറ്റൽ. അമ്മേ, നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛാ, ഞങ്ങള് ചെല്ല് മക്കളെ, ചെല്ല്. ഞാൻ രാജലക്ഷ്മിയെ വിളിച്ച് ആദ്യം ഇക്കാര്യം പറയട്ടെ. മോളെ, ചതി സഹിക്കാൻ പറ്റില്ല. നെറുകെട്ട മക്കൾ. ഹലോ സാവിത്രി, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് ഷൺമുഖന്റെ സഹായം എനിക്ക് വേണം. എന്ത് വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാ മതി. വാ മോളെ. സിസ്റ്റർ, ഏത് പേഷ്യന്റിനെ കാണാന്? കാർത്തിക് ICUലാണ്. അതെവിടെയാ? നേരെ പോയിട്ട് ലെഫ്റ്റ്. വാ അമ്മേ. ഈശ്വരാ, അമ്മ, മുത്തശ്ശി, എന്താ? അമ്മേ, കാർത്തിയേട്ടൻ. കാർത്തിയേട്ടനോ? ആരുടെ കാർത്തിയേട്ടൻ? എനിക്ക് കാർത്തിയേട്ടൻ ഒന്ന് കാണണം. പറ്റില്ല. അവനെ കാണാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അതിനെ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഒരിക്കൽ ഞാൻ താക്കീത് തന്നതാ. എന്നെ മുത്തശ്ശിന്ന് വിളിക്കണ്ട. ഞാൻ നിന്റെ മുത്തശ്ശിയല്ല. എന്റെ കുഞ്ഞിനിപ്പോ കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. അതുകൂടി എടുക്കാൻ ഇനി നിന്നെ ഞാൻ അനുവദിക്കില്ല. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലാറാക്കിയിട്ട് അവള് വന്നു നിന്ന് കരയുന്നു. നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെടി. ഇനി എന്റെ കുഞ്ഞു ഉണരില്ല. അവൻ കോമ സ്റ്റേജിലേക്ക് പോയി. അതെ, എന്റെ കുഞ്ഞ് ഇനി എന്നാ പഴയതുപോലെ ആവാന്ന് എനിക്കറിയില്ല. അയ്യോ, മോളെ, അവളുടെ ഒരു കരച്ചില് എന്റെ കുഞ്ഞിന്റെ ജീവൻ പെട്ടെന്ന് പോയി കിട്ടാനാണോടി നിന്റെ ഈ കരച്ചില്? എന്റെ അമ്മ മീനാക്ഷിയോട് അങ്ങനെയൊന്നും പറയരുത്. മീനാക്ഷി അമ്മയുടെ കൊച്ചുമകളാ. എനിക്ക് കൊച്ചുമക്കളുണ്ട്, 3 പേര്. ഇവൾ എന്റെ കൊച്ചുമകളല്ല. അമ്മ, അമ്മേ, നമ്മളെല്ലാവരും മാനസികമായിട്ടാകെ തകർന്നു നിൽക്കുക.
ഈ അവസ്ഥയിൽ അമ്മ മീനാക്ഷിയെ വഴക്ക് പറയരുത്. വഴക്കിനെ ഞാൻ അങ്ങോട്ട് ചെന്നതല്ലല്ലോ, ഇങ്ങോട്ട് വന്നതല്ലേ. എന്തായാലും കാർത്തിക്കിനെ കാണാൻ ഇവളെ ഞാൻ അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി എനിക്ക് ധിക്കരിക്കേണ്ടി വരും. മനസ്സിലായില്ല? ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമകളല്ല. മുത്തശ്ശിയുടെ മൂത്ത മകൻ ജയറാമിന്റെ മകളാ. സമ്മതിച്ചു. മുത്തശ്ശിയുടെ ശത്രു മാധുരി പ്രസവിച്ചതാ എന്നെ, അതും ശരി. പക്ഷേ ദേ, ഇതെന്താ? ഇത് എന്റെ കാർത്തിയേട്ടൻ എന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ച് എന്റെ കഴുത്തിൽ അണിയിച്ച താലിയാ. അതുകൊണ്ട് മുത്തശ്ശിയേക്കാൾ അവകാശമുണ്ട് എനിക്ക് കാർത്തിയേട്ടനെ കാണാൻ. അതുകൊണ്ട് എന്റെ ഭർത്താവിനെ ഞാൻ കാണും, കൂടെ നിൽക്കുകയും ചെയ്യും. നീ വെല്ലുവിളിക്കുകയാണോ? അല്ല, വളരെ വിഷമത്തോടെ കാര്യം പറഞ്ഞത്. നീ ഈ ഐസിയുനകത്ത് കയറില്ല. പറയുന്നതേ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയാ. മുത്തശ്ശി വാശി പിടിക്കല്ലേ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം ഭർത്താവിനെ കാണാൻ ഇവൾക്ക് അവകാശമില്ലേ? അമ്മ പലപ്പോഴും പറയുന്നത് ഒട്ടും ന്യായമില്ലാത്ത കാര്യങ്ങളാ. ഈ മീനാക്ഷി കഴിഞ്ഞിട്ടേ നമുക്കൊക്കെ കാർത്തിടമുള്ള അവകാശമുള്ളൂ. ഇവൾ അവന്റെ ഭാര്യയാ. എന്റെ കാർത്തിക്കിനോടും നമ്മുടെ തറവാടിനോടും ഇവള് ചെയ്യുന്ന ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. കാർത്തിമോനോടും തറവാടിനോടും ഇവൾ എന്ത് ചെയ്തു എന്ന് അമ്മ പറയുന്നേ? അമ്മേ, അമ്മയുടെ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എന്തിനാമ്മേ ഇങ്ങനൊരു വാശി? ആര് കേട്ടാലും അമ്മയെ കുറ്റം പറയൂ. അവളുടെ ഭർത്താവല്ലേ കാർത്തിക്, അവള് കയറി കാണട്ടെ. ഓ, അപ്പോ ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി. ഞാനൊറ്റ. അമ്മ, രാജലക്ഷ്മി അമ്മ എല്ലായിടത്തും തോറ്റുകൊണ്ടിരിക്ക. ഹാ, ഇവിടെയും തോറ്റേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.